നമ്മളിന്ന് നാട്ടിലേക്ക് പോകുന്നതാണേ. നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ച് നമുക്ക് നാളെ നമ്മൾ ഇത്രയും ദിവസം പൂക്കളം ഇട്ടിട്ട് നാളെ പൂക്കളം ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെയുള്ള 2 പൂവ് പറിച്ചിട്ട് അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ റോസ് ഇന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പറിക്കാണ്ട് വെച്ചേണ്ട വലിയ റോസ് ആയിട്ടുണ്ട്. പിന്നെ വേറെ 3 പൂവും കൂടെ പറിച്ചു എല്ലാം അതിൻ്റെ അടുത്ത് വെച്ച്. നമ്മൾ തിരുവോണത്തിന് ഇല്ലാത്തതായതുകൊണ്ട് നമ്മൾ പൂവ് എന്തായാലും നമ്മൾ പൂവായിട്ട് തന്നെ പൂവ് മുറിക്കാണ്ടിട്ടതായതുകൊണ്ട് എന്തായാലും എടുത്തിട്ടില്ല പൂവ്. നമ്മളിനി വന്നിട്ട് പോക്കാമെന്ന് വിചാരിച്ച് അതുവരെ അവിടെ നിന്നോട്ടെ. ഈ കോട്ടയം നമുക്ക് വലിയൊരു ബാധ്യതയായിട്ടുണ്ട്. ഇവിടെ പൈസ കുറവായതുകൊണ്ട് വാങ്ങിയതാണ്. പക്ഷേ അതിങ്ങനെ സഞ്ചിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഒരു ബാഗിലും പോകുന്നില്ല. നമ്മൾ മെട്രോനാണ് പോകുന്നത്. നമ്മൾ കുറേ ഓട്ടോ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. വരുമോ പിന്നെ ഒരുപാട് ടൈം എടുക്കുന്നെല്ലാം പറഞ്ഞാൽ കേട്ടോ. 1.5 മണിക്കൂറോളം എടുക്കുമല്ലോ. നമ്മൾ ബസ്സുമ്മക്ക് കിട്ടില്ല. അന്നേരം നമ്മൾ മെട്രോന് വന്നതാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി കുറേ സമയം ബസ് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന്. ബസ് 9:15 9:20 ബസ് വരുന്നില്ല. പക്ഷേ ബസ് ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പം കണ്ടക്ടറുണ്ട് എല്ലാവരെയും നോക്കി നടക്കുന്നത്. ഇന്ന് മറ്റേ കുറേ സ്പെഷ്യൽ ബസ് ഉള്ളതുകൊണ്ട് ബസ് താഴെയാണ് നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടക്ടർ വന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അങ്ങനെ ബസ്സിൽ നമ്മളെല്ലാം ബാഗെല്ലാം വെച്ച് സെറ്റായിട്ട് ഇരുന്ന്. ഞാനും വാമി ഒരിക്കൽ ബസ്സിന് പോയിട്ടുണ്ട് ബാംഗ്ലൂരേക്ക്. ഞങ്ങൾ 3 കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് ബസ് എടുക്കുമ്പോഴത്തേക്ക് തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങണ്ട കണ്ണിങ്ങനെ ചിമ്മി പോന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു റോഡിൻ്റെ അടുത്തെല്ലാം. നമ്മൾ അന്ന് ഓട്ടോ വിളിച്ച് വരാൻ എന്തായാലും ഭാഗ്യമായിരുന്നു. കാരണം ഓട്ടോ വിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എത്തൂലേനു. ഇത്രയും ബ്ലോക്കേനു. നമ്മളങ്ങനെ ബസ്സെല്ലാം എടുത്ത് ബസ് കുറച്ചിങ്ങോട്ട് എത്തിയ ഒരു ഡിപ്പോയിൽ നിർത്തും. 1 മണിക്കൂറോളം ഓടിക്കഴിഞ്ഞാൽ ഒരു ഡിപ്പോയിൽ നിർത്തും. ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ പോകാനില്ല. രാഘേട്ടനും ബാത്റൂമിലെല്ലാം പോയിന്. നമ്മളിതാ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് വടകര എത്തിയിട്ടുണ്ട്. അച്ഛൻ വന്നിരുന്നു കൂട്ടാൻ. അവൾക്ക് അച്ഛനെ കാണുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. നമുക്ക് ഭയങ്കര കാര്യമാണ്. 2 അച്ഛന്മാർ അവളിങ്ങനെ വന്ന് അവസാനം നമ്മൾ വണ്ടി എടുത്ത് വീട്ടിലെത്തി. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി. കുറേ ആയില്ലേ അവൾക്ക് എന്തോ ഭയങ്കര സന്തോഷം. അതാ അച്ഛമ്മേനെ വിളിച്ചോണ്ടുന്ന. അമ്മ ഇന്നലെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് കളം ചെറുതായിട്ട് വരച്ച് വെച്ചിന്. കുറച്ചും കൂടെ വരയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞേന്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഇനി ഇന്നത്തെ തിരുവോണ ആഘോഷമെല്ലാം ഞാൻ പിന്നെ വേറൊരു വീഡിയോയിലിടെ. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബായ്.